ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടനെ നയിക്കണയ്ക്ക് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത മലയാളത്തിലെ തന്നെ വലിയ സിനിമയായിട്ട് വരാനിരിക്കുന്ന വൻ താരനിര ഭാഗമായ സിനിമയാണല്ലോ L2 എമ്പുരാൻ. സിനിമയുടെ ഗുജറാത്തിലെ പ്രധാനപ്പെട്ട ഷെഡ്യൂൾ പൂർത്തിയായതോടെ ബാക്കിയുള്ള ഷെഡ്യൂളുകളെല്ലാം തന്നെ വേഗത്തിൽ പൂർത്തീകരിക്കാനായിട്ടാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ പ്ലാൻ. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ഷൂട്ടിംഗ് അപ്ഡേറ്റ്, എവിടെയൊക്കെ ഇനി സിനിമയ്ക്ക് ചിത്രീകരണമുണ്ട് തുടങ്ങിയ അപ്ഡേറ്റുകളെല്ലാം തന്നെ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ ഷെഡ്യൂൾ പൂർത്തിയാക്കിയ സിനിമയ്ക്ക് ഇനി തിരുവനന്തപുരത്താണ് ഷൂട്ടിംഗ് നടക്കുന്നത്. കേരളത്തിൽ ഇനി സിനിമയ്ക്ക് ആകെ 20 ദിവസത്തെ ഷൂട്ടിംഗ് മാത്രമേ ബാക്കിയുള്ളൂ. നാളെ ഒക്ടോബർ 9 മുതൽ വരുന്ന ഒക്ടോബർ 17 വരെ തിരുവനന്തപുരത്തായിരിക്കും സിനിമയുടെ ചിത്രീകരണം നടക്കുക. അവിടെ ക്രൗഡ് സീൻ്റെ അടക്കം ചിത്രീകരണമുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട്. ശേഷം വണ്ടി, പെരിയാർ, കുട്ടിക്കാനം എന്നിവിടങ്ങളിലും സിനിമയ്ക്ക് കേരളത്തിൽ ചിത്രീകരണമുണ്ട്. അതിനുശേഷം മുംബൈ ഷെഡ്യൂൾ കൂടാതെ അബുദാബി ഷെഡ്യൂൾ, ഒപ്പം മൊറോക്കോ ഷെഡ്യൂൾ എന്നിവയോടുകൂടിയായിരിക്കും സിനിമയുടെ മുഴുവൻ ചിത്രീകരണം പൂർത്തീകരിക്കുക. അങ്ങനെ ഈ വർഷം ഡിസംബർ മാസത്തോടെ മുഴുവൻ ചിത്രീകരണം പൂർത്തീകരിക്കുന്ന എമ്പുരാൻ മാക്സിമം അടുത്ത വർഷം മാർച്ചിൽ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ട് ഇപ്പോഴും ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ ഷൂട്ടിംഗ് ബാക്കപ്പ് ആയാൽ ഉടനെ സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപനം ഉണ്ടായേക്കും. അപ്പോൾ കാത്തിരിക്കൂ ലാലേട്ടന്റെ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക്. മറ്റന്നാൾ ഒക്ടോബർ 10 അങ്ങനെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് രജനീകാന്തിന്റെ ഏറ്റവും പുതിയ വമ്പൻ സിനിമയായ വേട്ടയ്യൻ. തമിഴിൽ നിന്ന് വരാനിരിക്കുന്ന തെലുഗു, ഹിന്ദി ഭാഷകളിൽ കൂടി റിലീസ് ചെയ്യുന്ന ഈ വൻ താരനിര ഭാഗമായ വേട്ടയ്യന്റെ ഏറ്റവും പുതിയ കേരള, തമിഴ്നാട് ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് പ്രീസെൽ കളക്ഷൻ എല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം 30 കോടി വേൾഡ് വൈഡ് FT പ്രീസെൽ കളക്ഷൻ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. 15 കോടി വീതം ഇന്ത്യൻ വിദേശ പ്രീസെയിലാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇന്ത്യയിലെ 15 കോടി പ്രീസെയില് 10 കോടി പ്രീസെയിലും വന്നിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. വേട്ടയ്യന്റെ കേരള പ്രീസെയില് 1 കോടി പിന്നിട്ടിരിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടായിട്ട് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ഇതിനിടയിൽ വേട്ടയ്യൻ ബഡ്ജറ്റ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിന് ശേഷം റിലീസ് ചെയ്യുന്ന അടുത്ത വമ്പൻ സിനിമ കൂടിയായ വേട്ടയ്യൻ എന്ന സിനിമയുടെ ബഡ്ജറ്റ് 300 കോടിയാണ് എന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തമിഴിലെ തന്നെ ഈ വർഷത്തിലെ വലിയ ബഡ്ജറ്റുള്ള സിനിമകളിൽ ഒന്നായിട്ട് വേട്ടയ്യൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ വാർത്തകൾക്ക്.